ഹായ് ഹലോ, വൈഷ്ണവ് മച്ചാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അവസാനം നമ്മുടെ വേൾഡ് എങ്ങനെയൊക്കെയോ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ വേൾഡ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. എന്താ പറയുക, നിങ്ങൾ ലൈക്കൊന്നും അടിക്കുന്നില്ല, ലൈക്കൊക്കെ അടിക്കണം. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഒരു എന്താ പറയുക, പറയാനൊന്നുമില്ല. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ചാനലിൻ്റെ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒന്നും കിട്ടുന്നില്ല എനിക്ക്. അപ്പം നമ്മൾ ഒത്തിരി ദിവസമായി മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇട്ടെന്ന് എനിക്കറിയാം. അവസാനം നമ്മൾ മറ്റേ ഹീപ്പ് ഫാർമിൻ്റെ എങ്ങാണ്ടാണ് നമ്മൾ വീഡിയോ ഇട്ടത്. അതിൻ്റെ കാരണം നിങ്ങളോട് പറഞ്ഞായിരുന്നു. എന്താ പറയുക, നമ്മുടെ ഈ വേൾഡ് നമുക്ക് ലോഗിൻ ആവാൻ പറ്റുന്നില്ല. അത് ബാക്ക് അടിച്ച് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് എന്നാ സംഭവം ഒന്നും അറിയത്തില്ല. അപ്പോൾ ഞാനതൊക്കെ നോക്കി, എന്നാ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. ഫൈനലി നമുക്ക് വേൾഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇനി മൈൻക്രാഫ്റ്റ് വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പം മൈൻക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഇനിയും മൈൻക്രാഫ്റ്റും അതുപോലെ തന്നെയുള്ള വേറെ ഒരുപാട് കഴിഞ്ഞ പ്രാവശ്യം മറ്റേ മെറ്റലിൻ്റെ നമ്മളെല്ലാം എസ്കേപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മെറ്റലിൻ്റെ ആ ഒരു വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും കാണുന്നുണ്ട്. പക്ഷേ ലൈക്കൊന്നും അടിക്കുന്നില്ല. നിങ്ങൾ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. എന്നാലും നമുക്കൊരു എന്താ പറയുക, ഇതാണ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഇതാണ്. അതിപ്പോൾ എങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്കൊരു ഇതാണ്, വീഡിയോ ഇനി ഇടാനും ആയിട്ടുള്ള ഒക്കെ ഉള്ളൊരു എന്താ പറയുക, ഉന്മേഷം, ഊർജം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പം വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുമ്പ് വീണ്ടും ഞാൻ പറയുന്നു, എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ മൈൻക്രാഫ്റ്റ് ജീവിതമായിട്ട് വന്നേക്കുവാണ്. നമ്മൾ ഇത്രയായിരുന്നു സെറ്റപ്പ് ആക്കി വെച്ച്. ഞാൻ കുറച്ചും കൂടെ ഫർണസും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ അതിന് മുമ്പ് ഇതിൻ്റെ ടെസ്റ്റർ പാക്ക് ഒന്ന് ഓഫ് ആക്കട്ടെ. ഓക്കെ, ഫൈനലി നമ്മുടെ ടെസ്റ്റർ പാക്ക് ഓഫ് ആക്കിയിട്ട് വന്നിട്ടുണ്ട്. നല്ല ലാഗ് വരുന്നുണ്ട് കേട്ടോ ടെസ്റ്റർ പാക്കൊക്കെ ഇടുന്നതിനായി. പിന്നെ ഞാനിവിടെ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല, എല്ലാം പഴയതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇന്ന് നമുക്കൊരു ബ്രീഡർ ഉണ്ടാക്കണം, ഒരു വില്ലേജർ ബ്രീഡർ. അപ്പോൾ അതിന് വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പം നമുക്കിന്നൊരു വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കണം. അതിന് വേണ്ടി നമുക്ക് ആദ്യം ഈ കമ്പോസ്റ്റ് 2 ഉണ്ടാക്കണം. പിന്നെ കുറച്ച് ട്രാപ്പ് ഡോറ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ബെഡിന് വേണ്ടി നമ്മളിവിടെ നമ്മൾ നേരത്തെ ലാഗടിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഓടാൻ വേണ്ടാതെ കിടന്ന് മിണ്ടിക്കൊണ്ടിരിക്കും. ഇതന്നെ നല്ല ലാഗുണ്ട് കേട്ടോ. മിക്കവാറും ഞാനൊന്നും കൂടെ റീലോഗിനാവേണ്ടി വരും. എന്നിട്ട് ക്രീപ്പർ മാമൻ അവിടെ നിൽപ്പുണ്ട്. ഞാൻ പോയാ ഓക്കെ ക്രീപ്പർ പോയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഇവിടെ ഷീപ്പ് ഫാർം ഇവിടെ ഉണ്ട്. പോയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മുടെ ഷീപ്പ് ഫാർം ഇവിടെ ഉണ്ട്. ഇതിനകത്ത് 7 ഉണ്ട്, 12. നമുക്കൊരു 3 ബെഡിൻ്റെ 6 ബെഡിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ. പിന്നെ ഇവിടെ കുറേ ആടുണ്ട്, ഇതിനൊക്കെ തല്ലി വന്നാൽ മതി. അപ്പോൾ ഇവിടെ കുറച്ച് ബെഡും ഉണ്ടാക്കി. അപ്പുറത്തെ വില്ലേജിൽ നിന്ന് കുറച്ച് വില്ലേജേഴ്സിനെ പിടിച്ചുകൊണ്ട് വരണം. നമ്മൾ ഇത് അടയ്ക്കണം കേട്ടോ. ഇത് നമ്മൾ ഈ വീഡിയോയുടെ അവസാനമോ അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിലോ അടയ്ക്കുക. എനിക്കത് പോലെ ആദ്യം അതിൽ എന്താണ്ടൊക്കെ പണിയണമെന്ന് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും എനിക്ക് വരുന്നില്ല. നമുക്ക് ഇനി അപ്പുറത്ത് പോയിട്ട് വില്ലേജറിനെ സെറ്റാക്കണം. എന്നിട്ട് നമുക്ക് ബ്രീഡർ എങ്ങോട്ട് ഉണ്ടാക്കുമെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. നമുക്ക് അങ്ങോട്ടുണ്ടാക്കിയാലോ. പിന്നെ ഞാനൊരു ബേസിൻ്റെ ഒരു ഐഡിയ ഇട്ടിട്ടുണ്ട്. നമ്മളൊരു ചെറിയ ബേസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ഇത്രയൊക്കെ രീതിയിൽ നമുക്ക് ആടിൻ്റെ ഫാമൊക്കെ പൊളിക്കേണ്ടി വരും. അതൊക്കെ ഞാൻ റീബിൽഡ് ചെയ്യണം. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇങ്ങോട്ട് കുറേ സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക്
ഇങ്ങോട്ടുണ്ടാക്കാം. അതാകുമ്പോൾ നമ്മൾ ഈ ചങ്കിൽ തന്നെ എന്താ പറയുക ലോഡായിട്ട് നിന്നോളും. നമ്മൾ അധികം എങ്ങോട്ടൊന്നും പോകുന്നില്ലല്ലോ. അധികം തന്നെ പോയാലും അത്ര ഇതൊന്നും ഇല്ല. അപ്പം ഞാൻ പെട്ടെന്ന് പോയിട്ടൊരു ചെറിയ വില്ലേജ് ബ്രീഡർ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് വരാം. നിങ്ങളത് കാണിക്കണമെന്നുണ്ട് എനിക്ക്. പക്ഷെ ഒരുപാട് സമയമാവും. എനിക്ക് അതിന് വേണ്ടിയുള്ള സമയം ഇന്നില്ല. ഇന്ന് തന്നെ ഞാൻ എന്താ പറയുക ഇന്ന് തന്നെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതല്ല. നമ്മുടെ ഈ വേൾഡ് കിട്ടിയോണ്ടാണ്. അപ്പം വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കുന്ന ഒത്തിരി ട്യൂട്ടോറിയൽ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഞാനത് നോക്കിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ബെഡ് റോക്ക് എഡീഷനാണ്. അപ്പം നേരെ ഒരു ചെറിയ വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കിയിട്ട് കാണാം. ഈ പ്രാവശ്യമെങ്കിലും ശരിക്കും നോക്കണം. അപ്പോൾ നമ്മുടെ എന്താ ബ്രീഡർ സെറ്റാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യം ഈ വീഡിയോ തന്നെ എടുക്കുന്നത്. എന്താണ് നമ്മുടെ ബ്രീഡർ മൊത്തം പണിത് കഴിഞ്ഞിട്ട് നമ്മൾ വില്ലേജേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നതായിരുന്നു ഞാൻ എടുത്ത് വെച്ചിരുന്നത്. പക്ഷേ അത് റെക്കോർഡായില്ല. അപ്പം എന്താ പറയുക വില്ലേജേഴ്സിനെ കൊണ്ടുവരുന്നൊന്നും കാണാൻ പറ്റിയില്ല എനിക്ക്. ഞാൻ അവിടെ തൊട്ടാണ് ഞാൻ എന്താ പറയുക വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത്, നമ്മുടെ വില്ലേജേഴ്സിനെ കൊണ്ടുവരുന്ന അവിടെ തൊട്ട്. പക്ഷേ അത് റെക്കോർഡായില്ല. എന്നെ മണ്ടത്ര കാണിച്ചതാണ്, റെക്കോർഡായിട്ടില്ല. ഇതാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ ബ്രീഡർ. ഇത് കാണിച്ചു തരാം. ഞാൻ അവിടെ പോയിട്ട് എന്താ പറയുക നമ്മുടെ ഈ ബോട്ടൊക്കെ വെച്ച് ലീഷോ അങ്ങനെ സാധനമൊക്കെ വെച്ച് വലിച്ച് കൊണ്ടുവന്നിട്ടാണ് ഇതിട്ടുണ്ട്. പിന്നെ വില്ലേജേഴ്സിന് നമ്മൾ ബിൽഡിംഗ് ബ്ലോക്ക് വെച്ച് പൊക്കി പൊക്കി മേളോട്ട് കൊണ്ടുപോയിട്ടാണ് ബോട്ട് കയറ്റി മേളോട്ട് കൊണ്ടുപോയിട്ടാണ് ഇതിനകത്തോട്ട് കയറ്റി. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പരിപാടിയായിരുന്നു അതിനകത്തുള്ളത്. ഞാനത് മൊത്തം ബിൽഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക നമ്മുടെ വില്ലേജേഴ്സിനെ ബ്രീഡറിലോട്ട് കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് മഴയും പെയ്തു. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ അതെന്താണ് അല്ല മുമ്പ് ഇവന് ഈ പണിയായിരുന്നു. ഇപ്പം മാറിയ ഞാൻ വീട്ടിൽ കുറേ ബാരലേ പെറുക്കി വെച്ചേക്കുന്നതുകൊണ്ട് ഇവൻ എന്താ പറയുക ബാരലിലോട്ട് പോയി പണി എടുത്തേക്ക്. മഴയുണ്ട് ഇപ്പം മോംസില്ല. നമുക്ക് ഫോണായി കിടന്ന് ഉറങ്ങും. ആവശ്യമുള്ള സമയത്ത് ഇടിവെട്ടി മഴ പെയ്യത്തുമില്ല, ചുമ്മാ അല്ലാത്ത സമയം പെയ്തുകൊണ്ടിരുന്നു. നമ്മുടെ ഈ വീട്ടിലിരിക്കുന്ന ഈ ബാരലുകൾ ആണ്, ഇതിലേതോ ആണ് ചെറുക്കൻ്റെ പണി. ഇതൊന്ന് പൊട്ടിച്ച് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വിഷയം ഇല്ലായിരിക്കില്ലേ. താഴെയും കുറച്ച് ബാരലുണ്ട്. നമ്മുടെ ഷീപ്പ് ഫാർമൊക്കെ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് 19 ഒരെണ്ണത്തിനകത്തു നിന്ന് തന്നെ കിട്ടി. പിന്നെ വലിയ വിഷയമില്ലായിരുന്നു. നമ്മളെ വുഡൊക്കെ കയ്യിലുണ്ടായിരുന്നു. അമ്മ ഇവിടെ ഫുള്ള് നമുക്ക് ഇങ്ങനെ സ്പേസ് ഉണ്ട് കേട്ടോ. ചുമ്മാ രസത്തിന് വേണ്ടിയാണ് നമ്മൾ ബാരലെടുത്ത് വെച്ചത്. പണി പാടൂ. എടാ പോടാ വിച്ച് ഓനു പോടാ. നമുക്ക് കുറച്ചൊന്ന് അങ്ങോട്ട് മാറിയിരിക്കാം. നമ്മളിരുന്ന് ഡീസ്പോൺ ആവട്ടെ. മൊത്തം സ്പോൺ പ്രൂഫ് ചെയ്യണം നമുക്ക് നമ്മുടെ ബേസ് മൊത്തം. എന്നിട്ട് ഇവിടെ എന്താ പറയുക പുറത്തിറങ്ങി വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇവിടെ കുറച്ച് ക്യാരറ്റ് നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മൊത്തം ഇങ്ങനെ ഹാർവെസ്റ്റ് ചെയ്യാം. വില്ലേജേഴ്സിന് കൊടുക്കണം. ഇപ്പം അതിനകത്ത് കുറച്ചേ ഉള്ളൂ. ഈ ഒരു വാരി ക്യാരറ്റ് ഇവിടെ നിന്നിട്ട് ബാക്കിയുള്ളത് മൊത്തം ഇനി പറിച്ചെടുത്തേക്കാം. ഇനി മൊത്തം ഇങ്ങനെ വരട്ടെ. ഓക്കെ, അപ്പം അത് സെറ്റായി. എന്നാലും അവൻ എങ്ങനെയത് ഞാൻ ശ്രദ്ധിക്കണമായത്.
ഇതൊക്കെ ചെയ്യുമ്പോഴേ ഇങ്ങനത്തെ ഓരോ മണ്ടത്തരങ്ങൾ നമ്മൾ പഠിക്കുന്നത് പുതിയ കാര്യമൊന്നുമല്ല. മൈൻക്രാഫ്റ്റ് കുറേ നാളായിട്ട് കളിക്കാൻ തുടങ്ങിയെങ്കിൽ എപ്പോഴും മണ്ടത്തരം. പിന്നെ അറിയാലോ, വില്ലേജേഴ്സാണ് അത് ഇങ്ങനെയാണ്. ഇപ്പം സെറ്റ് ആക്കിയിട്ടുണ്ട്. കൊച്ചെറുക്ക ഞട്ടങ്ങിയിരുന്നോണം, മനസ്സിലായല്ലോ, എൻ്റെ സ്വഭാവം മാറും. ഇപ്പം നമുക്കൊന്ന് അപ്പുറത്തോട്ട് വരെ പോകണമായിരുന്നു. ഇങ്ങനെ വെച്ചിട്ട് പണിയാവും. അയ്യോ, തിരിച്ച് കളഞ്ഞു. കുഴപ്പമില്ല, നമുക്ക് കയറിപ്പോ. ഈ ക്യാരറ്റ് ഇവിടെ നട്ടു വെക്കാം. ഇത് എത്ര ലോങ് ആവുമെന്ന് എനിക്കറിയത്തില്ല. ഇത് കുറച്ചേ കളിക്കാൻ തുടങ്ങിയില്ലേ. മെയിനായിട്ട് ഇത് ഈ പൊട്ടന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് ഏറ്റവും വലിയ വിഷയം. ഇവന്മാർ ഇങ്ങനെ ഇരിക്കുന്നൊന്നും നോക്കണ്ട, ഇവന്മാർ ഭയങ്കര വിഷയമാണ്. ഇവൻ വീറ്റാണ്. എടാ കുട്ടാപ്പി, ഞാൻ അവിടെ വീറ്റ് നീ ഉണ്ടാവും കേട്ടോ. പൊട്ടറ്റ നമുക്ക് ഇവന്മാരെ തന്നെ കൊടുത്ത് ചോറകളിലൊക്കെ വെക്കാം. ഇവന്മാർ ഇങ്ങനെ ഇരിക്കുന്നത് നോക്കണ്ട. ചില സമയത്ത് ഇവന്മാരുടെ സ്വഭാവം, അതിൻ്റെ മൂക്ക്, എന്നെ നോക്കല്ലേ. ഇവന്മാരുടെ ഒച്ച കേൾക്കുമ്പോൾ തന്നെ മനസ്സ് നന്നായിരിക്കണ്ട. കയറാനും പറ്റുന്നില്ല. ഓക്കെ, ഇവിടെ വേണം. നമുക്കിവിടെ വെച്ചിട്ട് കുറച്ച് പണിയാണ് ഇമാര്. ഇത്രേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ തുറക്കുക, പാട്ട് കേടുക. ഓക്കെ, നമുക്ക് ഈ ബ്ലോക്ക് എടുക്കണം, ഉണ്ടാക്കണം. പില്ലർ പൊളിച്ചിട്ടില്ലേ. അത്യാവശ്യം ഇന്നത്തെ വീഡിയോ, ചിലപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കുറവായിരിക്കും. മറ്റേ എന്താ പറയുക, ഇതെന്ത് നിങ്ങൾ ഇടുന്നത്? ഞാൻ ഇങ്ങനെ ബട്ടൺ എടുത്ത് വെച്ചിട്ടുണ്ട്, എന്നിട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇനി മറ്റേത് നിമാർക്ക് കാറ്റ് അടിച്ചോ. പിന്നെ സൂപ്പർമാനാ. ഓക്കെ 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 അവിടെ എത്ര സമയം കളയല്ലേ. നമ്മുടെ ആദ്യത്തെ ബേബി വില്ലേജ്, പക്ഷേ ബേബി അത് തന്നെ. എന്ത് കുട്ടപ്പൻ, ഹലോ ബ്രോ. അപ്പോൾ നമുക്കിനി ഇവന്മാരെ ഇനിയും വേണം. അപ്പോൾ ഇത് സാധാ ഒരു വില്ലേജ് ബ്രീഡറാണ്. ബേസിക് ആയിട്ടുള്ള ഇവന്മാർ രാത്രി ആകുമ്പം ഈ കൊച്ചു പിള്ളേർ എപ്പോഴും ബെഡിൻ്റെ അടുത്തോട്ട് വരണം. അപ്പം ഇങ്ങോട്ട് വന്ന് ചാടും. പിന്നെ ബെഡ് റോക്കിൻ്റെ ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ ബെഡിൻ്റെ എണ്ണമാണ് വില്ലേജേഴ്സിൻ്റെ എണ്ണം. ഞാനിവിടെ മൊത്തം ഒരു 6 ബെഡ് വെച്ചിട്ടുണ്ട്. ഇപ്പം 3 ബെഡിലേക്കുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇനി നമുക്കൊരു 3 എണ്ണം കൂടെ വരും. അങ്ങനെയാണ് ഈ വില്ലേജേഴ്സിൻ്റെ ബെഡ് റോക്കിൻ്റെ ഒരു പരിപാടികളൊക്കെ. അപ്പം ഇനി അവൻ നൈറ്റ് ആകും ഒന്നെങ്കിൽ വരുമ്പോൾ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ എടുത്ത് ചാടും. അതുകൊണ്ട് അവൻ ചാടിക്കോട്ടും, നമുക്കത് നോക്കണ്ട. എന്തായാലും ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പം നമുക്കിനി ഇത് പില്ലർ പൊളിച്ച് താട്ടിറങ്ങി. കൊച്ചു കുരിപ്പ് വരാറായി. അയ്യോ, വേറൊരു സംഭവം കൂടെ സെറ്റ് ചെയ്യണം നമുക്ക്. ഇതുപോലത്തെ കൈവരി വെക്കണം. അതിന് മുമ്പ് എന്തായാലും ഇതങ്ങ് അടച്ചേക്കാം, അതിൻ്റെ ആവശ്യമില്ല. ഞാനേ പരിപാടി അങ്ങ് മായണ്ടെന്ന് വെച്ചു. കാരണം ഇത്രയും വലിയ പുഴയൊക്കെ ഇവിടെ കിടക്കുമ്പോൾ, പിന്നെ എൻ്റെ ബേസിനകത്ത് ഒരു കുളം സെറ്റപ്പ് ഇല്ല. മണ്ടത്തരം കാണിക്കാതെ മച്ചാൻ്റെ ഓരോരോ മണ്ടത്തരങ്ങൾ സഹിക്കാനായിട്ട് നിങ്ങൾ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യണം. അതിനെ
നിങ്ങൾക്കിതുപോലുള്ള മൈൻക്രാഫ്റ്റ് വീഡിയോസ് ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്? സത്യം പറയാതെ എനിക്കൊന്നും പറയാനൊന്നും അറിയത്തില്ല. ഞാൻ ചുമ്മാ ഏതാണ്ട് കനവിനാണ് കിടന്ന് അടിച്ചുകൊണ്ട് അടിപൊളി. ഡർട്ടിങ്ങും ഉണ്ട് ഇല്ല. എന്തായാലും നമുക്ക് ഫെൻസിൻ്റെ വീട് കാണാം. ഫെൻസ് വീടിനകത്ത് കാണും. ഫെൻസ് ഒരു 7 ഫെൻസ് ഉണ്ട്. ഇതൊന്നും പോരായിരിക്കും. നമുക്ക് എന്താ പറയുക, അടിപൊളി ബട്ടർ ഉണ്ടാക്കി. 7 മതിയോ? എന്തായാലും നമ്മൾ കുറച്ച് അഡീഷണൽ ഫെൻസ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇതന്നെ മതിയായിരിക്കും. ഇതിന് ഒരു ഇച്ചിരി സ്ഥലമേ ഉള്ളൂ. എന്നുവെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നൈറ്റിൽ നല്ല കണ്ടല്ലോ, നൈറ്റിൽ സോംബീസൊക്കെ വരുമ്പം ഇവനിതൊരു വന്നില്ലേ, നൈറ്റ് ആകുമ്പോൾ വരികയായിരിക്കും. നൈറ്റിൽ സോംബീസ് ഇതിനെ എന്താ പറയുക കൊല്ലല്ലേ, ഒരു ബ്ലോക്ക് കയ്യാപ്പിട്ടാൽ മതിയായിരിക്കുമല്ലേ. അങ്ങനെയാണ് ഇനിയും വേണം കേട്ടോ, അടിപൊളി. ഇനിയും വേണം. അപ്പം മൊത്തം ഇനി എത്ര? 1 2 3 4 ഒരു 4 ഫെൻസും കൂടെ വേണം. അത് താഴെ തന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടല്ലോ. മണ്ടത്തരങ്ങളോട് മണ്ടത്തരങ്ങൾ. ഇവിടെ ഭയങ്കര അലമ്പാണ്. ഇവിടെ ഫുള്ള് എന്താ പറയുക സംസാരമൊക്കെ ആയതുകൊണ്ട് വീഡിയോയ്ക്കകത്ത് എങ്ങനെ വരുമെന്ന് എനിക്കൊന്നും അറിയത്തില്ല. എന്തായാലും നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മൈൻക്രാഫ്റ്റ് ടിപ്സോ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയണം. നമുക്ക് ഒരുമിച്ച് നമുക്ക് മൈൻക്രാഫ്റ്റ് കളിക്കാം, പഠിക്കാം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സെറ്റായിട്ടുണ്ട്. അവൻ എപ്പോഴെങ്കിലും വന്നാലും വരേണ്ടതാണ്. ഓക്കെ, അപ്പം അത് അത്രയല്ലേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ തുമ്മലും പോട്ടെ, ചുമ. ഇതെല്ലാം ഒന്ന് നമുക്കിനി ഒരു എന്താ പറയുക കൗ ഫാർമ് വല്ല സെറ്റപ്പ് ചെയ്യണം കേട്ടോ. എനിക്ക് സാധനങ്ങളൊക്കെ എവിടെയാണ് ഇരിക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ പുതിയ വെർഷൻ ആയിരുന്നെങ്കിൽ എന്താ പറയുക നമുക്ക് കോപ്പർ ഗോളവും അങ്ങനത്തെ ഉള്ള കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പം ഈ വില്ലേജേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനും ഭയങ്കര നമുക്ക് നെതറിൽ പോയിട്ടൊരു ഹാപ്പി ഗ്യാസിനെ കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. നമുക്ക് എന്താ പറയുക പൊക്കിക്കോണ്ടിങ്ങനെ വരാം. പക്ഷേ ഞാനിത് തുടങ്ങിയത് ഈ വെർഷനിലാണ്. അപ്പം ഈ വെർഷനിൽ തന്നെ അവസാനിപ്പിക്കണമെന്നാണ് എനിക്കുള്ളത്. നല്ലൊരു സൺസെറ്റ് ഉണ്ട്. എന്തായാലും അത് ഞാൻ പിന്നെ അടച്ചോളാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അതുതന്നെ വീഡിയോ എൻ്റെ ആവാറായി. നല്ലൊരു സൺസെറ്റോടെ കൂടെ നമ്മുടെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാനുള്ള സമയം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഞാനിനി ഇവിടെ നിന്ന് കുറച്ച് നേരം ഒന്ന് AFK ഒക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള വില്ലേജേഴ്സിനെ കൂടെ കിട്ടി. എന്നിട്ട് അവരെ നമ്മൾ അടുത്ത അയൻകോളം ഫാമിലേക്ക് മാറ്റി വെക്കണം. അല്ലെങ്കിൽ ആ ഒരു ബെഡിൻ്റെ റേഞ്ചിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കണം. അപ്പോൾ അതുപോലുള്ള കുറച്ച് പരിപാടിയൊക്കെയാണ്. അപ്പം സ്റ്റേ ട്യൂൺ അടുത്ത വീഡിയോ ആയിട്ട്. അപ്പം അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ദിസ് ഈസ് ഫൈഷോ മച്ചാൻ, സീ യു ആൾ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ.